നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പാർലമെന്റിലെ ഭരണഘടനാ ചർച്ചയിൽ ബിജെപിയെ കടന്നാക്രമിച്ചു രാഹുൽ ഗാന്ധി. ഭരണഘടനയിൽ ഭാരതീയമായ ഒന്നുമില്ലെന്ന് സവർക്കർ ആരോപിക്കുന്നു. ബിജെപി ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ സവർക്കറെ തള്ളിപ്പറയുകയാണെന്ന് പരിഹാസം. മറുപടി പ്രസംഗത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു പ്രധാനമന്ത്രി. ഭരണഘടനയുടെ അന്തസത്ത കോൺഗ്രസ് തകർത്തു. കോൺഗ്രസ് ഭരണകാലത്തെ കറുത്ത പാടാണ് അടിയന്തരാവസ്ഥ. ആ പാപത്തിൽ നിന്ന് കോൺഗ്രസിന് മോചനമില്ല. ഭരണഘടനയുടെ ശക്തി കൊണ്ടാണ് തനിക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞതെന്നും മോദി. കോൺഗ്രസ് നേതാക്കളെയും മുൻ പ്രധാനമന്ത്രിമാരെയും പേരെടുത്ത് വിമർശിച്ച് മോദി. സ്വന്തം നേട്ടത്തിന് നെഹ്റു ഭരണഘടനയെ അട്ടിമറിച്ചു. നെഹ്റു തുടങ്ങിവെച്ച രാഷ്ട്രീയ ദുരുപയോഗം ഇന്ദിര തുടർന്നു. ഷബാനു കേസിലെ സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ രാജീവ് ഗാന്ധി നിയമനിർമ്മാണം നടത്തി. പാർട്ടിയാണ് സർക്കാരിനേക്കാൾ വലുതെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു. സോണിയ അക്കാലത്ത് സൂപ്പർ പ്രധാനമന്ത്രി ചമഞ്ഞെന്നും ഓർഡിനൻസ് കീറിയെറിഞ്ഞ രാഹുൽ ഗാന്ധി അഹങ്കാരിയെന്നും മോദി. പ്രതിപക്ഷത്തിനെതിരെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമില്ല എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന കാര്യം. ആളുകൾ സംരക്ഷണം തേടിയെത്തിയ ആദ്യ രാജ്യം ഇന്ത്യയാണ്. പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമില്ല എന്ന് പറയുന്നതെന്ന് കേന്ദ്രമന്ത്രി. ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് പണം ചോദിച്ച കേന്ദ്രത്തിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് കേരളം. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തും. ദുരന്ത മേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് പണം ചോദിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും മന്ത്രി. വയനാട് പുനരധിവാസം ഉയർത്തി പാർലമെന്റിന് പുറത്ത് കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ പ്രതിഷേധം. കേരളം ഇന്ത്യയിലാണെന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധം. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് എംപിമാർ പ്രതിഷേധിച്ചത്. കേരളത്തിലെ ജനങ്ങളെ കേന്ദ്രം വഞ്ചിക്കുന്നെന്ന് പ്രിയങ്ക ഗാന്ധി. കേന്ദ്രം സഹായത്തിന് പണം ചോദിച്ചു എന്നത് വ്യാജ വാർത്തയെന്ന് കെ സുരേന്ദ്രൻ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരവർ നൽകുന്ന സേവനത്തിന് പണം വാങ്ങാറുണ്ട്. ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ ആരാണോ ഹെലികോപ്റ്റർ ഇറക്കിയത് അവർ പണം ഈടാക്കും. കാലങ്ങളായുള്ള കുടിശ്ശിക കേരളം കൊടുത്തിട്ടില്ല എന്നും സുരേന്ദ്രൻ. കോതമംഗലം നീണ്ടപാറയിൽ ആന പനമറിച്ചിട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ആൻ മേരിയാണ് മരിച്ചത്. ബൈക്കിൽ വരികയായിരുന്നു വിദ്യാർത്ഥിനിയും സുഹൃത്തും. പനക്കടിയിൽ പെടുകയായിരുന്നു. പാലക്കാട് പനയമ്പാടത്തെ അപകട സ്ഥലം സന്ദർശിച്ച് മന്ത്രി കെ വി ഗണേഷ് കുമാർ. കാർ ഓടിച്ചായിരുന്നു മന്ത്രി സ്ഥലത്ത് പരിശോധന നടത്തിയത്. മന്ത്രിയോട് നാട്ടുകാർ ആശങ്ക പങ്കുവച്ചു. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പാലക്കാട് പനയമ്പാടത്ത് കോൺഗ്രസ് പ്രതിഷേധം. റോഡ് നിർമ്മാണത്തിലെ അപാകത ഉടൻ പരിഹരിക്കണമെന്നാണ് ആവശ്യം. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ സമരം ഉദ്ഘാടനം ചെയ്തു. റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പനയമ്പാടത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ട്രാവലറും ബുള്ളറ്റും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ആയവന സ്വദേശി സെബിൻ ജോയാണ് മരിച്ചത്. ആനിക്കാട് മാവിൻചുവടിൽ പുലർച്ചെ 1:30യോടെയാണ് അപകടം നടന്നത്. മൂവാറ്റുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറാണ് മരിച്ച സെബിൻ. തിരുവനന്തപുരം വർക്കലയിൽ 16-കാരന് ഇരുചക്രവാഹനം ഓടിക്കാൻ നൽകിയ അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. പാളയംകുന്ന് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിക്കെതിരെയാണ് കേസ്. വാഹന പരിശോധനയ്ക്കിടെയാണ് കുട്ടി വാഹനം ഓടിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് ശുചീകരണ തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം. പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നെന്ന് പരാതി. ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്വദേശിനി നിഷയെയാണ് കാർ ഇടിച്ചത്. കലൂർ എളമക്കരയിൽ ഡിസംബർ 7-നാണ് അപകടം നടന്നത്. ഡ്രൈവറെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെന്നാണ് പരാതി. തമിഴ്നാട് കോയമ്പത്തൂർ മധുകരയിലുണ്ടായ അപകടത്തിൽ മരിച്ച പത്തനംതിട്ട ഇരവിപേരൂർ സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ജേക്കബ്, ഭാര്യ ഷീബ, കൊച്ചുമകൻ 2 മാസം പ്രായമുള്ള ആരോൺ എന്നിവരുടെ മൃതദേഹം തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വിദേശത്തുള്ള ആരോണിന്റെ പിതാവ് നാട്ടിലെത്തിയ ശേഷമായിരിക്കും സംസ്കാരം. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ആരോണിന്റെ അമ്മ അലീനയെ കോബൈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.
കൊച്ചിയിൽ മംഗളവനത്തിന്റെ കമ്പിവേലിയിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തമിഴ്നാട് സ്വദേശിയുടേത്. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി. ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോൾ കമ്പി കുത്തിക്കയറിയതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് മരുന്നുമാറി നൽകി. കളമശ്ശേരി സ്വദേശി അനാമികയ്ക്കാണ് മരുന്നുമാറി നൽകിയത്. ഡോക്ടർക്കും എക്സ്റേ വിഭാഗത്തിനുമെതിരെ പോലീസിന് പരാതി നൽകി. നടുവേദനയ്ക്കും കാലുവേദനയ്ക്കുമാണ് യുവതി ചികിത്സ തേടിയത്. വീട്ടിൽ ചെന്ന് എക്സ്റേ റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് തന്റെ എക്സ്റേ റിപ്പോർട്ട് അല്ല എന്ന് മനസ്സിലാകുന്നത്. തിരുവനന്തപുരത്ത് ബാറിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി. തലസ്ഥാനത്തെ ഡാൻസ് ബാറിലാണ് സംഘർഷമുണ്ടായത്. ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന് മർദ്ദനമേറ്റതായി സൂചന. ഓം പ്രകാശിന്റെ സംഘവും എയർപോർട്ട് സാജന്റെ സംഘവുമാണ് ഏറ്റുമുട്ടിയത്. മദ്യപിച്ച് ഗുണ്ടകൾക്ക് മുന്നിൽ തമ്മിലടിച്ച CI-മാർക്കെതിരെ നടപടി ഉണ്ടാകും. ന്യൂസ് 18 വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്പെഷ്യൽ ബ്രാഞ്ചിന് നിർദ്ദേശം നൽകി. ഈ മാസം 4-നാണ് പേരൂർക്കടയിലെ ഹോട്ടലിൽ സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിലടിച്ചത്. തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾക്കൊപ്പമായിരുന്നു ഉദ്യോഗസ്ഥരുടെ മദ്യപാനവും തമ്മിലടി. മലബാറിൽ അതിവേഗം പ്രചരിക്കുന്ന വ്യായാമ രീതിക്ക് മെക്സെവനെ ചൊല്ലി വിവാദം. മുസ്ലിം മത സംഘടനകൾക്ക് പുറമെ CPM-ഉം മെക്സെവനെതിരെ രംഗത്ത്. മെക്സെവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ആണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നുമാണ് സമസ്ത AP വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. മെക്സെവൻ വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന് CPM സമ്മേളനത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ. മെക്സെവനെതിരായ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സംഘാടകരുടെ വിശദീകരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും മെക്സെവന്റെ ഭാഗമെന്നും സംഘാടകർ. 21 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വ്യായാമ രീതിയാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ മെക്സെവൻ. അതിർത്തി രക്ഷാസേനയിൽ ഉദ്യോഗസ്ഥനായ സ്വലാഹുദ്ദീനാണ് സ്ഥാപകൻ. 2012-ൽ ആദ്യം സെഷൻ സംഘടിപ്പിച്ച മെക്സെവന് ഇന്ന് 100-ലധികം യൂണിറ്റുകളുണ്ട്. മുനമ്പം വിഷയത്തിൽ നിലപാട് തിരുത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭൂമി ആരുടേതെന്ന് പരിശോധിക്കണമെന്ന് ആവശ്യം. നേരത്തെ ഭൂമി വഖഫല്ലെന്നും മുനമ്പത്തെ ജനങ്ങളുടേതാണെന്നുമായിരുന്നു സതീശന്റെ പ്രതികരണം. CPM-ഉമായി തെറ്റിയ നിലമ്പൂർ MLA PV അൻവർ കോൺഗ്രസിലേക്ക്. രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന നേതൃത്വം അറിയാതെയാണ് നീക്കം. PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസിലേക്ക് വരുന്നെന്ന് അൻവർ പറഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ താനുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ യൂട്യൂബ് വഴി ചോർന്നതിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പോലീസിന് പരാതി നൽകും. SSLC ഇംഗ്ലീഷ് +1 കണക്ക് പരീക്ഷകളുടെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലിൽ അടക്കം വന്നത്. അതേസമയം ചോദ്യപേപ്പർ ചോർന്നെന്ന് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി. ചോദ്യമിടുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോർച്ച ഉണ്ടാവില്ലെന്ന് V. ശിവൻകുട്ടി. ചോദ്യങ്ങൾ വന്ന യൂട്യൂബ് ചാനലുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും. തുടർ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉന്നതതല യോഗം നാളെ. സ്കൂൾ പരീക്ഷാ രീതിയിൽ അടിമുടി മാറ്റം വരണമെന്ന് ബിനോയ് വിശ്വം. ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് സിസ്റ്റം പോലെയുള്ള നടപടികൾ കൊണ്ടുവരണം. 10ാം ക്ലാസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്നും കുട്ടികളുടെ ഭാവിയുടെ നിർണായക ഘടകമാണ് ചോദ്യപേപ്പറെന്നും ബിനോയ് വിശ്വം. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുമതി. തിങ്കളാഴ്ച കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തും. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള നോട്ടീസ് തിരൂർ സതീഷിന് ലഭിച്ചു. BJP-യിൽ പോയ CPM മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ CPM. 4,80,000 രൂപ മധു തിരിച്ചടയ്ക്കാനുണ്ട്. ലോക്കൽ സെക്രട്ടറിമാർ പിരിച്ചെടുത്ത് നൽകിയ പണമാണിത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി B. ജോൺ. ഉമർ ഫൈസിക്ക് മറുപടിയുമായി വീണ്ടും ബഹാവുദ്ദീൻ നദ്വി. മുഷാവറയിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോകാൻ കാരണം ഉമർ ഫൈസി എന്ന് ബഹാവുദ്ദീൻ നദ്വി ആവർത്തിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രതികരണം. ഖാസി ഫൗണ്ടേഷനെ അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചാണ് എടവണ്ണപ്പാറയിൽ സംസാരിച്ചതെന്ന് ഉമർ ഫൈസി വ്യക്തമാക്കണമെന്നും നദ്വി.
തൃശൂർ പൂരം കലക്കിയെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് വി എസ് സുനിൽകുമാർ. പൂരം കലക്കുന്നതിൽ ഗൂഢാലോചനയുണ്ടായിട്ടുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായെന്നും സുനിൽകുമാർ. അന്വേഷണ സംഘം സുനിൽകുമാറിന്റെ മൊഴിയെടുത്തു. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ജനങ്ങളാണ് യജമാനന്മാർ എന്ന് പോലീസുകാരെ ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി. സ്റ്റേഷനിൽ എത്തുന്നവരോട് നല്ല രീതിയിൽ പെരുമാറണം. തെറ്റായ വഴിക്ക് ചലിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇനിയും കർശന നടപടി സ്വീകരിക്കും. തൃശൂർ പോലീസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല കൊപ്രാക്കളത്തിൽ നേരിയ തീപിടുത്തം. കൊപ്രകൾ ഉണങ്ങാനിട്ട ഷെഡിലാണ് തീ പടർന്നത്. ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ശബരിമലയിൽ ഭക്തൻ കുഴഞ്ഞു വീണു മരിച്ചു. തൃശൂർ ചിയ്യാരം സ്വദേശി രാജൻ CM ആണ് മരിച്ചത്. മല കയറുമ്പോൾ അപ്പാച്ചിമേട്ടിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്നായിരുന്നു അന്ത്യം. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. രാത്രി 9 മണിവരെ 68,421 ഭക്തർ ദർശനം നടത്തി. മഴയ്ക്ക് കുറവ് വന്നതോടെ കാനനപാത വഴി ഇന്ന് തീർത്ഥാടകരെ കയറ്റിവിട്ടു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തമാകുന്നു. കല്ലടയാറിന്റെ തീരഭാഗം ഇടിഞ്ഞു. ചെറുപൊയ്കയിലെ ഇരുൾമല മണമേൽക്കടവ് ഭാഗമാണ് ഇടിഞ്ഞത്. വലിയ മരങ്ങൾ ഉൾപ്പെടെ താഴേക്ക് പതിക്കുന്ന സ്ഥിതിയാണ്. അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ദേശീയ വാർത്ത. തമിഴ്നാട്ടിൽ ശക്തമായ മഴയിൽ 4 മരണം. കനത്ത മഴയിൽ കെട്ടിടം തകർന്ന് അരിയാലൂർ, രാമനാഥപുരം ജില്ലകളിലാണ് 2 പേർ മരിച്ചത്. ശിവഗംഗ, റാണിപ്പേട്ട് ജില്ലകളിൽ 2 പേർ ഷോക്കേറ്റ് മരിച്ചു. 50 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 400 വീടുകൾ തകർന്നു. പോലീസ് നടപടിയെ തുടർന്ന് ഡൽഹി ചെലവ് മാർച്ച് നിർത്തിവെച്ച് കർഷകർ. 17 കർഷകർക്ക് പരിക്കേറ്റതാണ് കാരണം. പോലീസ് നടപടിയെ ശക്തമായി അപലപിച്ച് കർഷക നേതാവ് സർവാൻ സിംഗ് പാന്തർ. ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ രാജ്യം കർഷകരെ ശാരീരികമായി നേരിട്ടത് ലോകം കണ്ടെന്ന് പ്രതികരണം. കർഷക സമരം കുറച്ചുകാലത്തേക്ക് മാറ്റിവെക്കണമെന്ന് ഹരിയാന മന്ത്രി അനിൽ വിജ്. സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പിന്നോട്ടില്ലെന്ന് കർഷക സംഘടനകൾ. സമരത്തിന് പിന്തുണയുമായി കർണാൽ സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് ബജ്രംഗ് പൂനിയ. കർഷക സമരത്തിന്റെ ഭാഗമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ജഗ്ജീത് സിംഗ് ദല്ലേവാളിന്റെ നില വഷളായി തുടരുന്നു. ശരീരത്തിൽ മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽഷ്യം എന്നിവയുടെ കുറവുണ്ടെന്ന് ഡോക്ടർമാരുടെ സംഘം അറിയിച്ചു. അണുബാധയുണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. ദല്ലേവാളിന് അടിയന്തര ചികിത്സ ആവശ്യമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ റിമാൻഡിലായ അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഒരു രാത്രിയിലെ ജയിൽവാസത്തിന് ഒടുവിലാണ് താരം പുറത്തിറങ്ങുന്നത്. ജയിലിന് മുന്നിൽ ആരാധകർ തടിച്ചുകൂടിയതിനാൽ പിന്നിലെ ഗേറ്റ് വഴിയാണ് അല്ലു പുറത്തിറങ്ങിയത്. നിയമത്തിൽ വിശ്വാസമുണ്ടെന്ന് അല്ലു അർജുൻ. പിന്തുണച്ച എല്ലാവർക്കും നന്ദിയെന്നും ജയിൽ മോചിതനായ ശേഷം അല്ലു അർജുൻ പ്രതികരിച്ചു. തിക്കിലും തിരക്കിലും പെട്ടുമരിച്ച യുവതിയുടെ കുടുംബത്തെ എല്ലാവിധത്തിലും സഹായിക്കുമെന്നും താരം. അല്ലു അർജുന്റെ അറസ്റ്റിൽ രാഷ്ട്രീയ വിവാദം മുറുങ്ങുന്നു. BRS-നും BJP-ക്കും പുറമെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും രംഗത്തെത്തി. അറസ്റ്റിനെ ന്യായീകരിച്ച തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നിയമത്തിനു മുന്നിൽ സെലിബ്രിറ്റി എന്ന വ്യത്യാസമില്ലെന്ന് പ്രതികരിച്ചു. തമിഴക വെട്രിക്കഴകം നേതാവും തമിഴ് സൂപ്പർ താരവുമായ വിജയ്ക്കെതിരെ സൈബർ ആക്രമണം. വിജയുടെ ഭാര്യയുടെ പേരിൽ ജസ്റ്റിസ് ഫോർ സംഗീത ഹാഷ്ടാഗ് വഴിയാണ് സൈബർ ആക്രമണം നടക്കുന്നത്. കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ വിജയും നടി തൃഷയും ഒന്നിച്ചെത്തിയതാണ് കാരണം. സംസ്ഥാനം കടുത്ത പ്രളയത്തിലൂടെ കടന്നു പോകുമ്പോൾ താരം വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന തിരക്കിലാണെന്ന് DMK-യുടെ വിമർശനം. മുൻ കേന്ദ്രമന്ത്രി EVKS ഇളങ്കോവൻ അന്തരിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവായ ഇളങ്കോവൻ മൻമോഹൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. ഈറോഡ് ഈസ്റ്റ് MLA ആണ്. PCC പ്രസിഡന്റുമായിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബില്ല് അവതരിപ്പിക്കുക. ബിൽ ചർച്ചയ്ക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് റെഫർ ചെയ്യും. മുതിർന്ന നേതാവ് LK അദ്വാനി ആശുപത്രിയിൽ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്വാനിയെ പ്രവേശിപ്പിച്ചത് അപ്പോളോ ആശുപത്രിയിൽ. ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ.
ഫാസ്റ്റ് ന്യൂസിൽ ഇടപെടും. അന്താരാഷ്ട്ര വാർത്തകൾ. പ്രസിഡന്റ് യൂൻ സുക് യോളിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം പാസായതിന് പിന്നാലെ ദക്ഷിണ കൊറിയയിൽ ആഹ്ലാദ പ്രകടനം. പതിനായിരങ്ങൾ പാർലമെന്റിന് മുന്നിൽ പ്രകടനവുമായി തടിച്ചുകൂടി. പ്രമേയത്തെ അനുകൂലിച്ച് 204 പേരും എതിർത്ത് 85 പേരുമാണ് വോട്ട് ചെയ്തത്. അതേസമയം തന്റെ രാഷ്ട്രീയ ഭാവിക്കായി പോരാട്ടം തുടരുമെന്ന് യൂൻ സുക് യോൾ പ്രതികരിച്ചു. സിറിയയിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ ചേർന്ന ജോർദാൻ ഉച്ചകോടി അവസാനിച്ചു. അന്താരാഷ്ട്ര സമൂഹം സിറിയയ്ക്ക് സഹായം നൽകണമെന്ന് തുർക്കി. സിറിയയിലെ ആക്രമണം ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഈജിപ്ത്. സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് സിറിയയെ സഹായിക്കണമെന്ന് ജോർദാൻ. സിറിയൻ പ്രശ്നം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി യോഗം ചൊവ്വാഴ്ച ചേരും. ഉച്ചകോടിക്ക് മുന്നോടിയായി ജോർദാൻ തുർക്കി ഭരണാധികാരികളെ സന്ദർശിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. തുർക്കി പ്രസിഡന്റ് ഇറാഖ് പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. സിറിയയിൽ സമാധാനപരമായ അധികാര കൈമാറ്റം സാധ്യമാക്കാൻ മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ തേടിയായിരുന്നു കൂടിക്കാഴ്ച. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ നാളെ ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി ചർച്ച നടത്തും. അധികാരത്തിലെത്തിയ ശേഷം ദിസനായകയുടെ ആദ്യ വിദേശ പര്യടനം ഇന്ത്യയിലേക്കാണ്. ഓപ്പൺ AI മുൻ ജീവനക്കാരൻ സുജീർ ബാലാജിയുടേത് ആത്മഹത്യ തന്നെയെന്ന് ഉറപ്പിച്ച് US പോലീസ്. ജനറേറ്റീവ് AI കമ്പനികൾ ഗുരുതരമായ പകർപ്പവകാശ ലംഘനം നടത്തുന്നതായി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് സുജീർ ആരോപിച്ചിരുന്നു. നവംബർ 26-നാണ് സാൻ ഫ്രാൻസിസ്കോയിലെ വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. ChatGPT വികസിപ്പിക്കുന്നതിൽ സുജീർ നിർണായക പങ്ക് വഹിച്ചു. ഓപ്പൺ AI CEO സാം ഓൾട്ട്മാൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇനോഗ്രേഷൻ ഫണ്ടിലേക്ക് $1 മില്യൺ സംഭാവന നൽകുന്നു. ആമസോണിനും മെറ്റായ്ക്കും പിന്നാലെയാണ് സാം ഓൾട്ട്മാൻ നയിക്കുന്ന ഓപ്പൺ AIയുടെ പ്രഖ്യാപനം. ജനുവരിയിൽ അധികാരമേറ്റാലുടൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്ന് ട്രംപ്. 1.45 ദശലക്ഷം ആളുകളുടെ പേര് ചേർത്തുള്ള പട്ടികയാണ് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. തീരുമാനം 18,000 ഇന്ത്യക്കാരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. അർജന്റീനയുടെ പ്രസിഡന്റിന് ഹാവിയർ മിലയ്ക്ക് പൗരത്വം നൽകി ഇറ്റലി. ഹാവിയർ മിലയുടെ ഇറ്റാലിയൻ പേരുകൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ നീക്കം. അഭയാർത്ഥികളായ മാതാപിതാക്കൾക്ക് ഇറ്റലിയിൽ വെച്ചുണ്ടായ കുട്ടികൾക്ക് നൽകാത്ത ആനുകൂല്യമാണ് അർജന്റീനയിലെ പ്രസിഡന്റിന് നൽകുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മെലോണിയുടെ നടപടി സമൂഹമാധ്യമങ്ങളിലും പ്രതിഷേധം ശക്തം. ബ്രസീൽ മുൻ പ്രതിരോധ മന്ത്രി വാൾട്ടർ ബ്രാഗ നെറ്റോ അറസ്റ്റിൽ. 2022 തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചാണ് ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ പ്രസിഡന്റ് ബോൾസോനാരോയുടെ അടുത്ത അനുയായിയാണ്. വടക്കൻ തായ്ലൻഡിലെ ബോംബാക്രമണത്തിൽ 2 പേർ കസ്റ്റഡിയിലായെന്ന് തായ് പോലീസ്. മ്യാൻമർ അതിർത്തിയായ തക് പ്രവിശ്യയിലെ ഇംഫാംഗിൽ ഇന്നലെ രാത്രിയാണ് സ്ഫോടനം നടന്നത്. കച്ചേരി വേദിക്ക് സമീപമുണ്ടായ ബോംബാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 48 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി മുൻ ഫുട്ബോൾ താരം മിഖേൽ ഖവീലഷ്വിലി. യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നത് വൈകുന്നതിനെതിരായ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് പുതിയ പ്രസിഡന്റിനെ ഡ്രീം പാർട്ടി തെരഞ്ഞെടുത്തത്. ഒക്ടോബർ 26-ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജോർജിയൻ ഡ്രീം പാർട്ടിയുടെ വിജയം വൻ വിവാദമായി. കായികവാർത്ത. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി. മോഹൻ ബഗാനോട് 2-നെതിരെ 3 ഗോളിന് പരാജയപ്പെട്ടു. ഇഞ്ചുറി ടൈമിലാണ് മോഹൻ ബഗാൻ വിജയ ഗോൾ നേടിയത്. ഇന്ത്യ ഓസ്ട്രേലിയ ഗാബ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം മഴ മൂലം ഉപേക്ഷിച്ചു. 13.2 ഓവർ മാത്രം എറിഞ്ഞ ആദ്യ ദിനത്തിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 28 റൺസ് ഓസ്ട്രേലിയ സ്വന്തമാക്കി. ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയനെതിരെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഉസ്മാൻ കവാജ, നേതൻ മക്സ്വീനി എന്നിവരാണ് ക്രീസിൽ. പരമ്പര ഇപ്പോൾ 1-1 എന്ന സമനിലയായതിനാൽ മത്സരം നിർണായകമാണ്. ബിസിനസ് വാർത്ത.
തദ്ദേശീയമായി വികസിപ്പിച്ച ഹോം തിയേറ്റർ ടിവികളുടെ പുതിയ ശ്രേണി അവതരിപ്പിച്ച് റിലയൻസ് റീറ്റെയിൽ. ഓഡിയോ ഉപകരണ വിദഗ്ധരായ ഹർമനുമായി സഹകരിച്ചാണ് 6 BPL ഹോം തിയേറ്റർ ടിവി ശ്രേണി പുറത്തിറക്കിയത്. സിനിമാ വാർത്തകൾ. മികച്ച ജനപങ്കാളിത്തത്തോടെ രാജ്യാന്തര ചലച്ചിത്രമേള പുരോഗമിക്കുന്നു. M. മോഹൻ സംവിധാനം ചെയ്ത രചന, ഉത്പലേന്ദു ചക്രവർത്തി സംവിധാനം ചെയ്ത ചോക്ക്, സെന്റണിയൽ ട്രിബ്യൂട്ട് വിഭാഗത്തിൽ P. ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവയായിരുന്നു ഇന്നത്തെ ശ്രദ്ധേയ ചിത്രങ്ങൾ. ആസിഫ് അലി ചിത്രം കിഷ്കിന്ധാകാന്ഡം മലയാളം സിനിമാ ടുഡേ വിഭാഗത്തിലും പ്രദർശിപ്പിച്ചു. അഖിൽ മാരാർ, അഭിഷേക് ശ്രീകുമാർ, സെറീന ജോൺസൺ എന്നിവർ മുഖ്യവേഷത്തിലെത്തുന്ന മുള്ളൻകൊല്ലിയുടെ ചിത്രീകരണം ഇരിട്ടിയിൽ പൂർത്തിയായി. സ്റ്റാർഗേറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രസീജ് കുമാർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് ബാബു ജോൺ ആണ്. അതിർത്തി മലയോര ഗ്രാമത്തിൽ അരങ്ങേറുന്ന ഒരു ത്രില്ലർ മൂവിയാണ് ചിത്രം പറയുന്നത്. മഹേഷ് മധു സംവിധാനം ചെയ്യുന്ന എന്ന് സ്വന്തം പുണ്യാളൻ ജനുവരി 10 തിയേറ്ററുകളിലെത്തും. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ എന്നിവരാണ് മുഖ്യവേഷത്തിൽ. മലയാളത്തിലും തമിഴിലുമായാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. വരുൺ ധവാൻ നായകനാകുന്ന ബേബി ജോൺ ഈ മാസം 25 തിയേറ്ററുകളിലെത്തും. കീർത്തി സുരേഷ് ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണ് ബേബി ജോൺ. വിജയ്, സാമാന്ത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആറ്റ്ലി സംവിധാനം ചെയ്ത തെരി എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്ക് കൂടിയാണ് ബേബി ജോൺ. സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഉറുമി സിനിമയുടെ റീക്രിയേഷൻ. അഞ്ജലി പാലക്കൽ, സനൽ P. നായർ, ഭവിൻ K എന്നിവരാണ് അഭിനേതാക്കൾ. സഫ്വാൻ മുഹമ്മദ് സംവിധാനം ചെയ്ത സോങ് വീഡിയോയുടെ ഛായാഗ്രഹകൻ വിഷ്ണു MC ആണ്. സഞ്ജു ആണ് എഡിറ്റർ. ഇന്ത്യൻ സിനിമയുടെ ഗ്രേറ്റസ്റ്റ് ഹ്യൂമാൻ രാജ് കപൂറിന് ഇന്ന് ജന്മശതാബ്ദി. 10ാം വയസ്സിൽ ക്ലാബ് ബോയായി സിനിമാ ജീവിതം തുടങ്ങി. ആവാര, മേരാ നാം ജോക്കർ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. 71-ൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. 88-ൽ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചു. ഫാൽക്കെ പുരസ്കാരം സ്വീകരിക്കാനെത്തിയ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. 1 മാസത്തിന് ശേഷമാണ് മരണം സംഭവിച്ചത്. പ്രാദേശിക വാർത്തകൾ. സംസ്ഥാനമൊട്ടാകെയുള്ള ആതുര സ്ഥാപനങ്ങളിലെ അർഹരായവർക്ക് വീൽചെയർ എത്തിക്കാൻ നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനാണ് നിർധന രോഗികൾക്ക് വീൽചെയറുകൾ എത്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. തിങ്കളാഴ്ച കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധി ഭവനിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തും. തിരുവനന്തപുരം ചിറയിൻകീഴിൽ സ്വകാര്യ ബസ് കാറിലിടിച്ച ശേഷം വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു തകർത്തു. പാലക്കുന്നിലാണ് അപകടം നടന്നത്. 11 യാത്രക്കാർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ എറണാകുളം കീരമ്പാറയിൽ ആം ആദ്മിയുടെ പ്രതിഷേധം. KSEB ഓഫീസിന് മുന്നിൽ വൈദ്യുതി ബില്ലുകൾ കത്തിച്ചായിരുന്നു പ്രതിഷേധം നടന്നത്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഈ വർഷത്തെ സാമുവൽ ഡേവിഡ് സ്മാരക പുരസ്കാരം ബിനു തങ്കച്ചന്. 25 വർഷമായി ബിനു മനോരമയുടെ മാവേലിക്കര പ്രാദേശിക ലേഖകനാണ്. ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ അവാർഡും പുരസ്കാര തുകയും സമ്മാനിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് അറിയിച്ചു. RDO ഓഫീസ് ഉപരോധമടക്കം 2ാം ഘട്ട സമരത്തിന് ഒരുങ്ങി ഇടുക്കി ചൊക്രമുടി സംരക്ഷണ സമിതി. കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിലും പ്രതിഷേധം. ഇടുക്കി ചൊക്രമുടിയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച തടയണ മൂടേണ്ടെന്ന് വിവിധ വകുപ്പുകളുടെ നിർദ്ദേശം. മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാലാണ് ഈ തീരുമാനം. മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് തടയണ ഭീഷണിയാണെന്ന് IG K. സേതുരാമന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയിരുന്നു. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലി വിലക്ക് റോഡ് നിർമ്മാണം ഇഴയുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ്. കുഞ്ചുതണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് റോഡിന്റെ നിർമ്മാണ കരാർ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി നടത്തിപ്പിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാൻ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനം. 2003 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ 5 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. പണം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ നിയമ നടപടിയെടുക്കുമെന്നും ആശുപത്രി അധികൃതർ. വൈത്തിരി വേങ്ങക്കോട് പുലിയിറങ്ങി. വേങ്ങക്കോട് സുനിലിന്റെ വീട്ടുമുറ്റത്താണ് പുലിയെത്തിയത്. വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി.
ആഫ്രിക്കൻ ഒച്ചുശല്യത്തിന് പ്രതിരോധ നടപടികളുമായി പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് 3.5 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പഞ്ചായത്തിലെ 4, 6, 10, 11, 20 വാർഡുകളാണ് ഒച്ചുശല്യത്തിൽ വലയുന്നത്. ഇടുക്കി കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സുരക്ഷ ആവശ്യപ്പെട്ട് വനം വകുപ്പിന്റെ കത്ത്. സൗരോർജ്ജ വേലിയും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം. കാട്ടാന സാന്നിധ്യം പതിവായതോടെയാണ് നടപടി. പൂർണ്ണമാകുന്നു. നമസ്കാരം.